ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നടന്ന വണ്ടിയാണ്. നിലവിൽ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് പോയതാണ് എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം കേട്ടോ. നമ്മൾ പ്ലഗ് അഴിച്ചു നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം ഫുള്ള് കരി കയറി അടഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ ഒരു കാരണം എന്താ വെച്ചാൽ മൈന്യൂട്ടായിട്ട് ഓയിൽ കയറി എഞ്ചിനിൽ കയറി കത്തണുണ്ടാവും. അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഞാനിപ്പോൾ അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി, എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊക്കെ നോക്കി കറക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് പെട്ടെന്ന് ഈ പ്ലഗ് വീണ്ടും വീണ്ടും പോവുകയാണെങ്കിൽ നമുക്കതൊരു മേജറായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ട് വരും. അത് എഞ്ചിൻ ഹെഡിനകത്ത് കരി കയറണമെന്നുണ്ടെങ്കിൽ ഓയിൽ കയറി കത്തുമ്പോഴാണ് ആ പ്രോബ്ലം വരാം. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ കുറേ നാൾ ഇങ്ങനെ കൂടി ചെയ്യാതെ മാറ്റാതെ കൊണ്ട് കിടന്നാലും ഈ പ്രശ്നം വരും. അപ്പം നിലവിലിപ്പോൾ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ കുറവും കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മാസമൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓയിൽ ലെവൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. എഞ്ചിൻ്റെ ഓയിൽ ലെവൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓയിൽ കയറി കത്തിയിട്ടാണ് ഈ പ്രോബ്ലം വന്നേക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം അത്യാവശ്യം ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ലെവൽ കുറയും, അത് കത്തിപ്പോണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ കത്തിപ്പോണില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇതിപ്പോൾ ഈ പഴക്കം കൊണ്ടും വരും, ഇതേപോലെ കരി കയറി നിൽക്കും. മാറ്റാതെ കൊണ്ട് ഇങ്ങനെ കുറേ നാളിട്ട് ഓടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലും ഈ പ്രശ്നം കാണിക്കും. ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് പ്ലഗും എയർ ഫിൽറ്ററും മാറ്റേണ്ടത്. അപ്പോൾ അത് മാറ്റാതെ ഓടിയാലും ഈ പ്രശ്നം കാണിക്കാറുണ്ട് സാധാരണ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. ഓക്കെ.